പ്രശ്നം മാറാൻ, പ്രതിസന്ധി മാറാൻ കാഴ്ചപ്പാട് മാറണം. കർത്താവിന് അതറിയാമായിരുന്നു. അബ്രഹാം കൂടാരത്തിനകത്ത് വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ്, അബ്രഹാമെ നീ പുറത്തോട്ട് വാ, ആകാശത്തേക്ക് നോക്കുക. ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുക. യേശുവിൻ്റെ ഇടയ്ക്ക് ഒരു തളർവാദ രോഗിയായിട്ട് വരുമ്പോൾ വാതിൽക്കൽ പോലും ഇടമില്ല, ജനലിൽ കൂടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ആർക്കും വിചാരിക്കാത്തൊരു കാര്യം ചെയ്തു, വീടിൻ്റെ റൂഫ് ഇളക്കി മാറ്റി. ഇന്ന് ആശുപത്രികളിലേക്ക് കോറിഡോറിൽ വെളിച്ചം കിട്ടാൻ റൂഫിൽ വൈറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കും. കാരണം ആകാശം കാണാം, വെളിച്ചം കിട്ടും, ലൈറ്റിങ് വേണ്ട, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ് വേണ്ട. പകൽ സമയത്ത് സൂര്യൻ്റെ വെളിച്ചം കിട്ടും, ആൾക്കാർക്ക് അവിടെ നിന്ന് ആകാശം കാണാം. അപ്പോൾ ആകാശത്തെ നോക്കിയാൽ, മുകളിലേക്ക് നോക്കിയാൽ ഒരു വിശാലത കണ്ടാൽ മനസ്സിന് വിശാലത കിട്ടും. കടബാധ്യത, ലോണടച്ചില്ല, ശത്രുക്കൾ, ജോലിയുടെ പ്രശ്നം. ഓഫീസിൽ തന്നെ ഇരിക്കരുത്, വീട്ടിൽ റൂമിൽ തന്നെ ഇരിക്കരുത്. മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വീടിൻ്റെ ഉത്തരവും കഴുക്കോലും കാണും. വെറുതെ ആകാത്ത ചിന്തകൾ വരും. പുറത്തിറങ്ങി സിറ്റൗട്ടിൽ നിന്ന് കടന്ന് ആകാശത്തേക്ക് നോക്കിക്കുക. വിശാലമായ ആകാശം, ഭൂമിയേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ. വചനം പറയുന്നു, സകലത്തെയും കർത്താവ് തൻ്റെ വചനത്താൽ താങ്ങുന്നു. ആ വചനം നിങ്ങൾക്ക് വേണ്ടി ദൈവം തരും. നിങ്ങളെ താങ്ങും, ഈസിയായിട്ടത് താങ്ങും, ധൈര്യത്തോടെ നിർത്തും. കടബാധിതയിൽ, ബുദ്ധിമുട്ടിൽ, രോഗത്തിൽ, പ്രയാസത്തിൽ, ശത്രുക്കളുടെ നടുവിൽ ഈ വചനം ബലം തന്നു നിർത്തും. ധൈര്യമായിരിക്കുക.